ഓണം ബമ്പറിന് ശേഷമുള്ള നറുക്കെടുപ്പാണ് പൂജാ ബമ്പർ. 12 കോടിയാണ് പൂജാ ബമ്പർ സമ്മാനം. JA, JB, JC, JD, JE എന്നിങ്ങനെ 5 പരമ്പരകളുണ്ട്. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും ലഭിക്കും. മൂന്നാം സമ്മാനം 5 ലക്ഷം രൂപ വീതം 10 പേർക്ക്, അതായത് ഓരോ പരമ്പരയിലും 2 പേർക്ക് വീതം. 5 പരമ്പരകൾക്കും നാലാം സമ്മാനം 3 ലക്ഷം വീതവും അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതവും ലഭിക്കും. കൂടാതെ 5000, 1000, 500, 300 രൂപ ഉൾപ്പെടെ ആകെ 3.32 ലക്ഷം സമ്മാനങ്ങളാണ് നൽകുന്നത്. ഇനി ലോട്ടറി അടിച്ചാൽ എത്ര കിട്ടുമെന്ന് പരിശോധിക്കാം. പല നികുതി കിഴിച്ചാണ് സമ്മാനാർഹന തുക കൈമാറുന്നത്. തുക അക്കൗണ്ടിൽ എത്തിയാൽ ആദായ നികുതി നൽകണം. അത് സമ്മാനം അടിച്ചയാളുടെ ഉത്തരവാദിത്വമാണ്. 12 കോടി രൂപ ബമ്പർ അടിച്ചാൽ ഏജൻസി കമ്മീഷൻ കുറച്ച ശേഷമേ സമ്മാനാർഹന് പണം കിട്ടൂ. 10% ഏജൻസി കമ്മീഷൻ. അങ്ങനെ നോക്കിയാൽ 1.2 കോടി രൂപ ലോട്ടറി വകുപ്പ് ഈടാക്കും. ബാക്കി 10.8 കോടി രൂപയ്ക്ക് മുകളിലാണ് ലഭിക്കുന്ന സമ്മാന നികുതി. 30% സ്രോതസ്സിൽ നിന്നുള്ള നികുതി ഈടാക്കുന്നത് 3.24 കോടി രൂപയാണ്. ഇതിനുശേഷം 7.56 കോടി രൂപ അക്കൗണ്ടിലെത്തും. ഇതിനുശേഷമാണ് സമ്മാനാർഹൻ ബാക്കി നികുതി അടയ്ക്കേണ്ടത്. ലോട്ടറിയിലൂടെ ലഭിക്കുന്നത് 5000 രൂപയിൽ കുറവാണെങ്കിൽ ഏത് ലോട്ടറി കടയിൽ നിന്നും തുക സ്വന്തമാക്കാം. 5000 രൂപയിൽ കൂടുതലാണെങ്കിൽ ടിക്കറ്റും തിരിച്ചറിയൽ രേഖയും ലോട്ടറി ഓഫീസിലോ ബാങ്കുകളിലോ സമർപ്പിക്കേണ്ടതാണ്. 30 ദിവസത്തിനുള്ളിൽ ഇവ സമർപ്പിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.